കണ്ട് സന്തോഷിക്കുന്നത് ഇതിൽ ഒരാൾ മാത്രമായിരിക്കും, നമ്മുടെ ബഹുമാനപ്പെട്ട മുനീർ സാഹിബ്. ഈ പരിപാടി ചർച്ച ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നു, ഒരു 10 കടിയും 25 ചായയും പോരേന്ന്. ഞാൻ പറഞ്ഞു 100 ചായ 100 കടി വെച്ചോ, കുടിച്ച് തീർത്തി തരാമെന്ന് പറഞ്ഞു. ഈ സദസ്സ് മുഴുവനും പ്രൗഢഗംഭീരമായ ആളുകളായിരിക്കുന്നത്. ഓരോ വ്യക്തികളെ എടുത്തു പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സിദ്ധത ഉണ്ട്. ഓരോ ആളുടെ പേരെടുത്തു പറയാതിരിക്കലും ശരിയല്ല. പറയുമ്പോൾ അത് ഗുണമാണ്, പറയാതിരുന്നാൽ നന്ദികേടാണ് മരണത്തെക്കാൾ ഭയാനകം. പ്രശസ്തനായ എന്നും മാപ്പിളപ്പാട്ടിനെ താലോലിച്ച സിറ്റിയുടെ അഭിമാനമായ ഒരു ഗായകനുണ്ട്, കണ്ണൂർ ഷാഫി. അതുപോലെ തോട്ടട ഷാഫി ഇപ്പുറം കിടക്കുന്നുണ്ട്. എഴുത്തുകാരിയായ ഗ്രന്ഥകാരിയുണ്ട് ജമീല നാസർ. മറ്റു എഴുത്തുകാരുണ്ട്. ഇപ്പോൾ എന്നോട് സമ്മതം ചോദിച്ച് എഴുന്നേറ്റ് പോയ ഒരാളുണ്ട് ഇവിടെ. അദ്ദേഹം കണ്ണൂർ മിററിൻ്റെ ഡയറക്ടറാണ്. അങ്ങനെ പലരും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. എനിക്കറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. MSS അഥവാ മുസ്ലിം സർവീസ് സൊസൈറ്റി. ഇന്നലെ എന്നോട് ഒരു അമുസ്ലിം സ്ത്രീ ചോദിച്ചു വിളിച്ചിട്ട്, എനിക്ക് വരാൻ പറ്റുമോ പരിപാടിക്ക്? അതെങ്ങനെയാണല്ലോ, മുസ്ലിങ്ങൾ പ്രവേശനമുണ്ടോ? കാരണം മുസ്ലിം സർവീസ് സൊസൈറ്റി ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് വന്നോളൂ, പ്രശ്നമൊന്നുമില്ല. MSSന് മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല. എല്ലാവർക്കും ഒരുപോലെ സഹായ ഹസ്തം നീട്ടുന്ന ഒരു കരമാണ്, ഒരു ദൗത്യമാണ് MSS എന്ന പ്രസ്ഥാനം. ഞാനും ഇതിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വെറും മനുഷ്യസഹജമായ ജീവിതത്തിൽ അശരണർക്കും അഗതികൾക്കും അവശരർക്കും ആവശ്യങ്ങൾക്ക് എന്ത് നിറവേറ്റണോ അത് അനിവാര്യമായി സങ്കല്പിച്ച് അതിനെ കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് MSS. വെറും ഇങ്ങനെ ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനമായ ഈ പ്രസ്ഥാനത്തിനും അതിൽ പ്രവർത്തിക്കുന്ന സാരഥികൾക്കും സർഗാത്മകമായ മനസ്സ് വന്നു എന്ന് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ഉണ്ട് എന്തൊരു തെളിവാണ്, ഇവർക്ക് ഒരു മാഗസിൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ സർഗാത്മകത കൂടിയുണ്ട് ഈ പ്രസ്ഥാനത്തിന്, ഇന്നൊരു തെളിവാണ്. ആ ഒരു തെളിവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് 3-4 വ്യക്തികൾക്ക് ഇവരെ ആദരിച്ചു. ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓരോ ആളുകളും അതിൻ്റെ തനതായ കാര്യങ്ങളിലൂടെ വിസ്തീരിച്ചു കഴിഞ്ഞു. പുസ്തകത്തെ കുറിച്ച് പറഞ്ഞാൽ, രചനയെ കുറിച്ച് പറഞ്ഞാൽ, ഒരു പുസ്തകം, ആ പുസ്തകം നമ്മൾ വെളിച്ചത്തിരുന്ന് വായിക്കുന്നതിനേക്കാൾ മഹത്വം, ഒരു വെളിച്ചത്തിലിരുന്ന് ആ പുസ്തകം വായിക്കുന്നതിനേക്കാൾ മഹത്വം ആ പുസ്തകം തരുന്ന വെളിച്ചത്തിൽ, ആ വെളിച്ചത്തെ നമ്മൾ നമ്മളെ നേരെ നീട്ടിക്കൊണ്ട് ആ വെളിച്ചം തരുന്ന ആ പുസ്തകം തരുന്ന പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയായാലും നമുക്കിവിടെ ചില ഗാനങ്ങളും കൂടി കേൾക്കാനുള്ളതുകൊണ്ട് അധികമായി ഞാൻ നീട്ടുന്നില്ല. ഈ പ്രസ്ഥാനത്തിനും പ്രവർത്തനത്തിനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.